ഇപ്പം ചേട്ടാ, നമ്മുടെ നവീൻ ബാബു കേസ് ഏകദേശം പല വിഷയങ്ങളും വന്നിട്ട് ആ വിഷയം നമ്മൾ ഇത്തിരി താഴ്ന്നു പോയിട്ടുണ്ട്. ഇപ്പം പല മാധ്യമങ്ങളും അതിനെ അത്ര ഗൗരവത്തിലെടുക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷെ നവീൻ ബാബുവിന് നീതി കിട്ടുന്നത് വരേക്കും നമ്മൾ ഇതിനെ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ശരിക്കുള്ളൊരു പ്രതി എന്ന് പറയുന്നത് അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് എന്ന് തോന്നുന്നില്ലേ ചേട്ടന്? അല്ല, ഐശ്വര്യ ആദ്യം സംസാരിച്ച ഈ മുഖ്യധാര മാധ്യമങ്ങളുടെ വിഷയം, അവർ ഒരു വിഷയത്തിലും സ്റ്റിക്ക് ഓൺ ചെയ്യാത്തവരാണ്. അവർക്കങ്ങനെ ഒരു വിഷയത്തിലും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അവർക്ക് ഒരു വിഷയത്തിൽ നിന്ന് അടുത്തൊരു വിഷയത്തിലേക്ക് അവരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അത് മുഖ്യധാര മാധ്യമങ്ങൾ. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങളെ സംബന്ധിച്ച് നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് സത്യാവസ്ഥ എന്ന് അറിയുന്നതിൽ നമ്മളെല്ലാവരും നിൽക്കുന്നുണ്ട്. ഇതിൽ രണ്ടാമത് ഐശ്വര്യ ചോദിച്ച വിഷയത്തിൽ അരുൺ കെ വിജയൻ ശരിക്കും സർക്കാരിൻ്റെ സ്വന്തം ആളാണ്. അതെ, സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അടങ്ങുന്ന കണ്ണൂർ ലോബി, അതായത് ഇദ്ദേഹത്തിനെ കളക്ടർ ആക്കുന്നത് ഒരു വ്യക്തി ഇപ്പം ആരായിരുന്നാലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തീരുമാനമാണ് ആര് ഏത് ജില്ലയിൽ. ഇപ്പോൾ IAS ആ കേഡർ അവരുടെ ആ ലിസ്റ്റുണ്ട്, IASകാരുടെ ലിസ്റ്റിൽ. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് അഭിമതനായ ഒരാളിനെ ഉദ്യോഗസ്ഥലത്തിൽ, അത് IPSലായാലും അതായത് പോലീസിലായാലും ഇതിലായാലും അങ്ങനെ വെക്കുള്ളൂ. അപ്പോൾ ഇവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിൽ ഇത് കഴിഞ്ഞ് മാസങ്ങൾ ഇത്രയായിട്ടും ഒരു നടപടി പോലും, അവിടെ നിന്ന് ഒരു സ്ഥലമാറ്റ നടപടി പോലും ഈ സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇദ്ദേഹം സർക്കാരിന് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അത് ഉറപ്പായിട്ടും അവിടെ തന്നെ കിടക്കുന്നു എന്നുള്ളതും, പിന്നെ ഈ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ അരുൺ കെ വിജയൻ്റെ ഒരു ഇടപെടലെന്നല്ല, അരുൺ കെ വിജയന് ഇതിനകത്തുള്ള ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആർളം ഭൂമിയുടെ രേഖകളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള രഹസ്യം ഒരു വേള പാർട്ടിക്കാർക്ക് ചോർത്തി കൊടുത്തതും ഈ അരുൺ കെ വിജയൻ ആയിരിക്കണമെന്നല്ല, ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. കാര്യം ഈ അവസരം വരെ അദ്ദേഹത്തിന് നേരെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. ഇതിൽ ഒരു വസ്തുത കൂടെയുണ്ട്. ഈ അരുൺ കെ വിജയൻ കെട്ടിച്ചമച്ച ഒരു കഥയുണ്ട്. അതായത് തലശ്ശേരി കോടതിയിൽ ഈ കേസ് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം മരണപ്പെട്ട നവീൻ ബാബു എൻ്റെ മുറിയിലേക്ക് വന്ന് എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ചതാണ്. അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്ന രീതിയിൽ കഥ ഉണ്ടാക്കിയിട്ടാണ് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടുന്നത്. ഒരിക്കലും അതല്ല സംഭവിച്ചത്. എനിക്കൊരു തെറ്റ് പറ്റി എന്ന് പറഞ്ഞെന്നല്ല സാർ, ഞാൻ ഇങ്ങനെയുള്ള ഈ രേഖകളെല്ലാം കളക്ട് ചെയ്തു പോയി സാർ, എൻ്റെ കയ്യിൽ ഈ സാധനങ്ങൾ എത്തി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഈ ആർളം ഭൂമിയെ സംബന്ധിച്ചുള്ള സർവ്വരേഖകളും എനിക്ക് കിട്ടി എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് അത് കിട്ടിയത് സ്വാഭാവികമായി ഇത്തരത്തിൽ കഴിവുള്ള ഉദ്യോഗസ്ഥരെ തേടി ഇത്തരം എവിഡൻസുകൾ എത്തും, അല്ലെങ്കിൽ അവർ ഇറങ്ങിയാൽ കിട്ടും. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇപ്പം ഒരിക്കൽ കോൺഗ്രസ് വരും, അടുത്ത തവണ ഇടതുപക്ഷം വരും, അല്ലെങ്കിൽ ഐക്യമുന്നണി ഇടതുപക്ഷം ഒക്കെ വരുമ്പോൾ ഈ ഓഫീസ് തലത്തിൽ ഏറ്റവും നല്ല ഓഫീസേഴ്സ് ഉള്ളത് ഇടതുപക്ഷ യൂണിയനിലാണ്. അത് ഡോക്ടേഴ്സിൻ്റെ ഇടയിലുമുണ്ട്. ഡോക്ടേഴ്സിൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അടങ്ങുന്ന, അതായത് ഇവരുടെ സംഘടനകളൊക്കെയാണ് തീരുമാനിക്കുന്നത്. ഒരു മന്ത്രിയുടെ ഓഫീസിൽ പേഴ്സണൽ സ്റ്റാഫിനെ നിശ്ചയിക്കുന്നതും അവരുടെ ഇടത് സംഘടനയാണ്. അപ്പോൾ ഇവർ തന്നെ ഇത്തരത്തിൽ അവരുടെ സംഘടനാ തലത്തിൽ ഉള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇരുന്നത് അദ്ദേഹത്തിനെ കാസർഗോഡ് കൊണ്ട് ഇരുത്തിയതും, അതായത് CPMന് അവർക്ക് തന്നെ അറിയാം, അവരുടെ നേതാക്കൾക്ക് തന്നെ ഇത്തരത്തിൽ ഭൂമി കൈവശം വെച്ചിട്ടുണ്ടെന്ന് പിണറായി വിജയനും അറിയാം, ഈ പാർട്ടിക്കകത്തുള്ളവർക്കും അറിയാം. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് കളിപ്പിക്കാൻ ഇവർക്ക് പാർട്ടിക്കകത്ത് ഇത് പറഞ്ഞ് സ്വന്തം പാർട്ടിക്കാരെ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ഉദ്യോഗസ്ഥനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള അവരുടെ ഒരു തന്ത്രമായിരുന്നു. ആ തന്ത്രത്തിനാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ട് വെച്ചത്. എന്തായാലും അരുൺ കെ വിജയനെ പോലെ വളയുന്ന നട്ടലുള്ള ഒരാളായിരുന്നില്ല നവീൻ ബാബു എന്നുള്ളത്. അദ്ദേഹം അതായത് ഇവരോടൊപ്പം നടന്നൊരു സഖാവാണ്. അതായത് ഈ പറയുന്ന ശുദ്ധ കമ്മ്യൂണിസ്റ്റ് ഒരു സഖാവ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഇന്നിപ്പോ പിണറായി വിജയന്റെ സഖാവല്ല. പിണറായി വിജയന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ കഴിഞ്ഞ 8 കൊല്ലത്തിനകത്ത് പാർട്ടി അംഗത്വം എടുത്ത സഖാവല്ല. അതിനു മുമ്പ് ഈ പറയുന്ന സഖാവ് VS എന്ന് വളരെ ഇതോടെ പറയുന്ന പഴയ കുറെ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. G സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹം പ്രായം ഇത്ര 75 വയസ്സും ആയ ഒരാളാണ്.
അല്ലാതെ തന്നെ ഈ പാർട്ടിക്കകത്ത് അവശേഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത്തരത്തിലൊക്കെയുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഉദ്യോഗസ്ഥ തലത്തിൽ നിരവധി അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിന് ഇവിടുന്ന് കാസർഗോഡ് ആക്കിയത് ഇവരുടെ സഖാക്കളുടെ വെട്ടിപ്പ് കണ്ടുപിടിക്കാൻ ഇവർ തന്നെ ആക്കിയതാണ്. അപ്പോഴേക്കും അദ്ദേഹം അതെല്ലാം ചെയ്തു കഴിഞ്ഞു. കാര്യം ഇവർ കരുതിയത് കുറച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്നെ അങ്ങ് പിടിക്കാമെന്ന് വിചാരിച്ചു. അവരുടെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അപ്പോൾ സഖാക്കളുടെ കൂടെ അദ്ദേഹം നിന്നപ്പോൾ ആ രേഖകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടി, ഓട്ടോമാറ്റിക്കലി കിട്ടും. അത്രയും പ്രയത്നം ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത് ഈ അരുൺ കെ വിജയൻ അറിയാം. ഇവിടെ ഒരു കഥ കേൾക്കാണ്ടായി. ആളിവിടെ വരുമ്പോഴും വീട്ടിൽ വരുമ്പോഴും ഒരു പ്രത്യേക റൂമിൽ ഇരുന്നിട്ട് വർക്കുകൾ ചെയ്യുന്ന അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന് വരുന്ന കുറെ ലെറ്റേഴ്സ്, അതിൽ തമിഴിൽ വന്ന കുറച്ച് ലെറ്റേഴ്സ് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്ത് വായിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അയച്ചപ്പോൾ ആ ഫ്രണ്ട് ചോദിച്ചു എന്ന് പറഞ്ഞു, എന്തിനാണ് നിന്റെ ഓഫീസിൽ തന്നെ ഇല്ലേ ഇത്തരം തമിഴ് അറിയാവുന്നവര്, അപ്പൊ അവരെ കൊണ്ട് വായിപ്പിക്കാണ്ട് എന്നെ കൊണ്ട് എന്തുകൊണ്ട് വായിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു, അവിടെയുള്ളവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എവിടെയും എനിക്ക് ശത്രുക്കൾ ഒരുപാടാണ്. ഇതിനകത്ത് ഒറ്റ സംഗതിയേ ഉള്ളൂ, അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ആയല്ല കണ്ണൂരിൽ നിന്ന് വന്നത്, അദ്ദേഹത്തിന്റെ ഒരു സ്ഥലം മാറ്റമാണ്. അപ്പൊ കണ്ണൂരിൽ നിന്ന് അദ്ദേഹം സ്ഥലം മാറി പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന രേഖകളും ഈ പറയുന്ന ഇപ്പൊ അതിൽ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ മനസ്സിന് ഈ സാധനം ഉണ്ടാവില്ലേ? ജീവൻ നഷ്ടപ്പെട്ടാൽ അത് പിന്നെ ജഡമായില്ലേ? അത് പിന്നെ എങ്ങനെ ആരോട് പറയും? അതിനെ ഈ പാർട്ടി ഭയപ്പെട്ടിരുന്നു. അതിനുണ്ടാക്കിയൊരു ട്രാപ്പ്. പക്ഷെ അദ്ദേഹം ഈ ആറളം അറിഞ്ഞിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് അത് അടക്കി പിടിച്ച് പോകുന്നേനെ. പക്ഷെ അതിനു മുമ്പ് വരാൻ സമ്മതിക്കില്ല. അല്ല, അതിനു മുമ്പ് ദിവ്യ കേറി അങ്ങനെ ഹെഡ് ചെയ്തപ്പോൾ ഒരു പക്ഷേ അരുൺ കെ വിജയന്റെ അടുത്ത് അതെ അരുൺ കെ വിജയന്റെ റൂമിൽ ചെന്നിട്ട് ചിലപ്പോ, അല്ലെങ്കിൽ അരുൺ കെ വിജയൻ വിളിപ്പിച്ചപ്പോ ചെന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടാവാം. അത് ഒരു വശം. സാർ, എനിക്കൊരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞത് ഈ രേഖകൾ സംബന്ധിച്ച് കിട്ടി എന്നാണ് പറഞ്ഞത് എന്നാണ് അറിഞ്ഞത് കൊണ്ടായിരിക്കാം ആ സമയത്ത് ചിലപ്പോൾ മരണം തേടി വന്നത്. അങ്ങനെ മാത്രമല്ല, അങ്ങനെയല്ല. ഇതിനകത്ത് ഈ സെൻഡ് ഓഫ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി പോയതല്ല, അദ്ദേഹം സ്ഥലം മാറി പോയതാണ്. അദ്ദേഹത്തിന് ഇത് വേണ്ട എന്ന് അദ്ദേഹം പിറകെ പറഞ്ഞതാണ്. ഇത് ഈ പറയുന്ന അരുൺ കെ വിജയൻ എന്ന കളക്ടർ ഉണ്ടാക്കിയെടുത്ത, അതെ, ഈ ഒരു വേദി അരുൺ കെ വിജയൻ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അരുൺ കെ വിജയൻ തന്നെയാണ് PP ദിവ്യയെ വിളിച്ചു വരുത്തുന്നത്. PP ദിവ്യ ഇതിനകത്തൊരു ടൂളാവുകയാണ്. അത് പാർട്ടി ഉണ്ടാക്കിയൊരു ടൂളാണ്. കാര്യം മാനസികമായി ഇത്തരത്തിൽ അദ്ദേഹത്തിനെ തളർത്തി എന്നൊരു കഥയുണ്ടാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നൊരു തിരക്കഥ വെൽ പ്ലാൻഡ് ആയിട്ട് കണ്ണൂർ CPM ഉണ്ടാക്കിയതാണ് എന്നത് തീർത്തും വ്യക്തം. അത് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോഴും ആ മഞ്ജുഷ എന്ന് പറയുന്ന ആ ഭാര്യക്ക് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീതി കിട്ടാതെയൊന്നും പോകത്തില്ല. നീതി കിട്ടും എപ്പോഴും. അതായത് ഇപ്പൊ ഇവിടെ TP യെ കൊലപ്പെടുത്തിയപ്പോൾ ഇവിടെ ഭരണത്തിലിരുന്നത് കോൺഗ്രസ് ആണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്. പിടിച്ചു. എന്നിട്ട് തിരുവഞ്ചൂർ എത്ര നാൾ അവിടെ ആഭ്യന്തര വകുപ്പിലെ കസേരയിൽ ഇരുന്നു? അദ്ദേഹത്തെ മാറ്റി രമേശ് ചെന്നിത്തല വന്നു. അപ്പോ അടുത്തൊരു ഭരണം വരുമ്പോൾ ഈ കേസ് ഇന്നൊന്നും തീരത്തൊന്നുമില്ല. കാര്യം ഇപ്പൊ ഡിവിഷണൽ ബെഞ്ചിലാണ്, എൻ്റെ അടുത്താണ് ഈ പേപ്പർ ഇപ്പൊ വൈകത്തില്ല. കാര്യം ഈ കേസ് ഇനിയിപ്പോ ഒരു സുപ്രീം കോടതിയിലേക്ക് തന്നെ പോകും. ഇതിന്റെ അന്വേഷണം ഈ ഭരണം ഇരിക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഇതിന്റെ ഒരു അന്വേഷണം ശരിക്കും പോകുള്ളൂ. പക്ഷേ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് വരെയുള്ള ഈ കാലതാമസം തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള ഡിവിഷണൽ ബെഞ്ചില് തെളിവ് നശിപ്പിച്ചാലും നമ്മൾ പറയില്ലേ, എന്ത് കള്ളത്തരത്തിനും എന്തെങ്കിലും ഒരു തുരുമ്പ് സത്യമായിട്ടുണ്ടാവും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം ഇത് കൊലപാതകമാണെന്ന് തീർത്തും വ്യക്തമാണ്. ഇനി അതിനെ ഇവരിനി ഇപ്പൊ CBI അന്വേഷണത്തിൽ CBI വരണം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുന്നിൽ CBI ഒന്നുമല്ലാതായി പോയ നിരവധി കേസുകളുണ്ട്. കൊലപാതകം തന്നെയാണ്. പക്ഷെ നവീൻ ബാബുവിന്റെ കേസിലും എന്തുകൊണ്ട് CBI വന്നുകൂടാ? അതാണ് ഐശ്വര്യ പറയുന്നത്. CBI വരുന്നതിനൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ആ മാനദണ്ഡം വരണ്ടേ? ഇപ്പൊ കൗസർ ഇടപ്പകത്ത് എന്ന് പറയുന്ന ജഡ്ജാണ് ഈ വിധി വന്നത്. ഈ കൗസർ ഇടപ്പകത്ത് എന്ന് പറയുന്ന ജഡ്ജ് ഈ വിധി പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു CBI വരണമെന്നുള്ളത്. അവിടെ എന്താ സംഭവിച്ചത്? നമ്മൾ പറയുന്ന കോടതിയെ വിമർശിക്കുകയോ കോടതിയുടെ ഇതിനെ ഒന്നും പറയുന്നതല്ല. പക്ഷെ അതിൽ വൻ നിരാശയുണ്ട്. ആ വിധിയിൽ നിരാശയുണ്ട് എന്ന് പറയാനെങ്കിലും നമുക്ക് കഴിയണം. അത് നമ്മളിവിടെ പറയുന്നു. നമ്മൾ പിന്നെ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാലേ ചിലതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതിലെല്ലാം ഉണ്ട്. ഞങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നതിൽ തന്നെ എല്ലാം ഉണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. അരുൺ കെ വിജയൻ എന്ന കളക്ടർക്ക് ഇതിനകത്തുള്ള സർക്കാരിന്റെ എല്ലാ കള്ളത്തരങ്ങളിലും അരുൺ കെ വിജയന് പങ്കുണ്ട്. അരുൺ കെ വിജയൻ ഇതിലെ ഒരു മെയിൻ കഥാപാത്രമാണ്.
അരുൺ കെ വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളക്ടറെ കൊണ്ടുവന്നത്, പി ദിവ്യയെ കൊണ്ടുവന്നത്. പി ദിവ്യ അത് പറയുമ്പോൾ ചിരിക്കുന്ന അരുൺ കെ വിജയനെ നാം കാണുന്നുണ്ട്. ഇങ്ങനെയാണോ ഒരു മേലുദ്യോഗസ്ഥനെന്ന് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ ചോദിക്കുന്നുണ്ട്. ഒരു കറക്റ്റായിട്ടുള്ള അന്വേഷണ സംഘം, ഒരു കറക്റ്റായ ചോദ്യം ചെയ്യൽ, ഒരു ശരിയായ ചോദ്യം ചെയ്യൽ ഉണ്ടെങ്കിൽ ഈ ഭരണമാണെങ്കിലും കേന്ദ്ര നേതൃത്വം ഇടപെടുമെങ്കിൽ, അമിത്ഷാ ഇടപെടുമെങ്കിൽ അരുൺ കെ വിജയൻ അല്ല ഇനി ഏത് വിജയനും ഉത്തരം പറയേണ്ടി വരും. എന്നിട്ടാണല്ലോ ഈ 3 മാസം ഈ സർക്കാർ ഈ കളക്ടറെ അതേ സീറ്റ് വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എത്രത്തോളം അവർക്ക് അഭിമാനം വെച്ചോണ്ടിരിക്കുന്നു മാത്രമല്ല, ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും ഇതുവരെ ശരിയായ ഒരു ചോദ്യം ചെയ്യൽ പോലും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മളെല്ലാം പൊട്ടന്മാരാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ ഇവിടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. ഈ ഒരു വീഡിയോയിൽ നിന്നല്ല, നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ചുള്ള പല വെർഷൻസും നിങ്ങളോട് നമ്മൾ സംസാരിക്കും. ഇതിനെക്കുറിച്ചുള്ള എല്ലാ വശങ്ങളും. ഇത് ഒരു വേള നിങ്ങൾക്ക് അറിയാവുന്നതാണ് അരുൺ കെ വിജയൻ ഇതിലെ മെയിൻ പ്രതിയാണ് എന്നുള്ളത്. പക്ഷെ ഇതിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, സർ എനിക്ക് തെറ്റുപറ്റി എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഇത്തരത്തിലുള്ള രേഖകളൊക്കെ വന്നുപെടുകയായിരുന്നു. അത് ഒരു തെറ്റായി പോയോ എന്ന് അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. സാർ എന്റെ കയ്യിൽ ജീവന്റെ വിലയുണ്ടായിരുന്നു ആ രേഖകൾ. ജീവന്റെ വിലയെന്നല്ല, ഈ പറയുന്ന പാർട്ടി മുച്ചൂട് മുടിക്കുന്ന കാര്യം. പിണറായി വിജയൻ തന്നെ ഒരു വേള അയാൾക്ക് ചെയ്യാൻ കഴിയാതിരുന്ന ഒരു രേഖ, ഈ പറയുന്ന അവരുടെ പാർട്ടിക്കകത്ത് ഈ ആറളം ഭൂമി മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂർ ഒക്കെയുള്ള നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലെ തന്നെ അവിടെ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, അവിടെയും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്ന ഉണ്ട്. അങ്ങനെ ആ ക്ഷേത്ര സംരക്ഷണ സമിതിയെയും വിട്ടുകൊണ്ട് അവിടേക്കുള്ള ഏക്കർ കണക്കിന് ഭൂമി ഈ പറയുന്ന CPM-കാരുടെ കൈവശമുണ്ട്. അത് പാർട്ടിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനും ചെയ്യാൻ കഴിയില്ല. എങ്ങനെ ചെയ്യാൻ കഴിയും? കാര്യം അവര് ഈ തോളിക്കഴിയിട്ട് ഇപ്പം ആരോ പറയുന്നതായിട്ട് AK സെന്ററിനകത്ത് കയറാൻ പറ്റുന്നില്ല, പേടിയാവുന്നു AK സെന്ററിനകത്ത് കയറാനായിട്ട്. കാര്യം അതിനകത്ത് വരുന്നതും പോകുന്നതും ആരാണെന്നൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. അത്ര ഭൂമാഫിയകളാണ് AK സെന്ററിനകത്ത് വന്നു പോകുന്നെന്നാ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയില് ഈ AK സെന്റർ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു വലിയൊരു ഓഫീസിനകത്ത് ആരൊക്കെയാണ്? കാര്യം ഭൂമാഫിയ, അല്ലാതെയുള്ള മാഫിയ സംഘങ്ങളുടെ ഒരു വരവ് പോക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ പറയുന്നത് പോലെ ആ സത്യത്തെ വളച്ചൊടിക്കാൻ എത്ര തന്നെ ശ്രമിച്ചിരുന്നാലും എപ്പോഴെങ്കിലും ഈ സത്യം പുറത്തു വരും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി ഈ ചർച്ച അവസാനിപ്പിക്കുന്നതും. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താണ് ഇതുവരെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാകാതെ നിന്നത് അത് നാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും.